റവന്യൂ വകുപ്പ് ഫലപ്രദമായി ഇടപെട്ടു. പെരിങ്ങോം വില്ലേജിലെ മടക്കാംപോയിലിൽ താമസിക്കുന്ന അണമുഖം വസന്ത സ്വന്തം ഭൂമിയുടെ ഉടമയായി. വസന്തയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിക്ക് അനുവദിച്ച പട്ടയവും നികുതി അടച്ച രേഖയും ഇന്ന് രാവിലെ പയ്യന്നൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതർ വസന്തയുടെ വീട്ടിലെത്തി കൈമാറി. കൈവശ ഭൂമിയിൽ വർഷങ്ങളായി താമസിച്ചിട്ടും പട്ടയം ഉൾപ്പെടെ റവന്യൂ രേഖകളില്ലാത്തതിനാൽ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശമില്ലാതിരുന്ന വസന്തയ്ക്ക് താമസയോഗ്യമായ വീടും ഉണ്ടായിരുന്നില്ല. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തതിനാൽ ലൈഫ് മിഷൻ പോലുള്ള സർക്കാർ ഭവന പദ്ധതികളിലും വസന്തയ്ക്ക് വീട് ലഭിച്ചില്ല. പഞ്ചായത്തിലെ അതിദരിദ്രരെ ആ പട്ടികയിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് വസന്തയുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കാൻ വഴിതെളിച്ചത്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒട്ടനവധി തവണ കളക്ടറേറ്റിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെല്ലാം കയറി ഇറങ്ങി ഈ ഭൂമി കൈവശ ഭൂമിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നോക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ഭൂമിയായി മാറി. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ വില്ലേജ് ഓഫീസർമാരെല്ലാം മാറി വന്ന പിന്നെ കളക്ടറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ ഒട്ടനവധി പ്രാവശ്യം ഇങ്ങനെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്തത്. എന്ത് തന്നെയായാലും നമ്മളുടെ എല്ലാവരുടെയും ജനകീയമായ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഈ അതിദാരിദ്ര്യത്തിൽപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ടവർ ഇവരായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ. പക്ഷേ ഇവർക്ക് കൊടുക്കാൻ അന്ന് നമുക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇവരുടെ രേഖകൾ ഈ പട്ടയവും നികുതി അടച്ച കള്ളാസും ഒഴിച്ച് ബാക്കി എല്ലാ രേഖകളും വില്ലേജ് ഡിഒയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. വസന്ത നൽകിയ അപേക്ഷകൾ പരിഗണിച്ച റവന്യൂ വകുപ്പ് അതിവേഗം പരിശോധനകൾ പൂർത്തിയാക്കി ഇവരുടെ കൈവശമുണ്ടായിരുന്ന 20 സെന്റ് ഭൂമിക്ക് പട്ടയം അനുവദിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് അധികൃതരുടെയും വില്ലേജ് വികസന സമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരൻ വസന്തയ്ക്ക് പട്ടയവും നികുതി രസീതും കൈമാറി. പഞ്ചായത്തിൻ്റെ കണക്ക് പ്രകാരം അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളാണ് ശ്രീമതി വസന്ത. നമ്മുടെ കാണുമ്പോൾ തന്നെ ഏറ്റവും ഇതെല്ലാം സാഹചര്യം ദരിദ്രമായ സാഹചര്യം തന്നെ ഉള്ളൊരു കുടുംബമാണ്. അവർക്ക് റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് അവർ താമസിച്ചു വരുന്ന വസ്തുവിന് പട്ടയം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ചരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അത് ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെ വളരെ പെട്ടെന്ന് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ തോന്നുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ എച്ച് സഫിയുദ്ദീൻ, പെരിങ്ങോം വില്ലേജ് ഓഫീസർ എ കൽപ്പന, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സതീഷ് കുതിരുമ്മൽ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എം കെ മധുസൂദനൻ എന്നിവരും പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ ഫാത്തിമ ബിബി, വില്ലേജ് വികസന സമിതി അംഗങ്ങളായ സി പത്മനാഭൻ, അസൈനാർ അരവഞ്ചാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്വന്തമായതോടെ വസന്തയ്ക്ക് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ ലിസ്റ്റിൽ 49 ആളുകളാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൽ 2 ആൾ മരിച്ചുപോയി. ഒരാൾക്ക് ഏകാംഗമാണ്, കുടുംബത്തെ മറ്റാരുമില്ല. അപ്പോൾ നിലവിൽ 48 കുടുംബങ്ങളുണ്ട്. ആ 48 കുടുംബങ്ങളിൽ റേഷൻ കാർഡില്ലാത്ത ആളുകളുണ്ടായിരുന്നു, ആധാർ കാർഡില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം പ്രശ്നം പരിഹരിച്ചു. ആദ്യം 1 വർഷത്തിൽ തന്നെ റേഷൻ കാർഡില്ലാത്തവർക്ക് റേഷൻ കാർഡാക്കി കൊടുത്തു, ആധാർ കാർഡില്ലാത്തവർക്ക് ആധാർ കാർഡ് ആക്കി കൊടുത്തു. ഒരു ആൾക്ക് താമസത്തിന് സൗകര്യമില്ല, അവരെ ബന്ധുക്കളെ മായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താമസ സൗകര്യം ഏർപ്പാട് ചെയ്തു. 19 ആളുകൾക്ക് വീട് ഇല്ലായിരുന്നു, ലൈഫിൽ ഉൾപ്പെടുത്തി ആ 19 ആളുകൾക്കും വീട് അനുവദിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഭൂമിയില്ല, ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായിട്ടുള്ള. 19-ൽ 16 വീടുകൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ഓൾറെഡി ഫണ്ട് റെഡിയാണ്. വളരെ വേഗതയിൽ സർക്കാർ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് 2025 നവംബർ 1 കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായി അത്രയും പ്രഖ്യാപനം നടത്തുന്ന നമ്മളെ കേരള സംസ്ഥാനം. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.